നല്ല ശരീരമുള്ള തടിച്ച സ്ത്രീകൾക്ക്, ഇപ്പോൾ ഒബീസിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്, അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രസവം എളുപ്പമാണ്, അങ്ങനെയുണ്ടോ? ഇല്ലേ, നേരെ തിരിച്ചാണ്. നമ്മൾക്ക് BMI കൂടുന്ന അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള സ്ത്രീകളിൽ നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പം വല്ലാതെ നമ്മൾ മെലിഞ്ഞിരിക്കണമെന്നല്ല, നമ്മുടെ നോർമൽ BMI നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീയുടെ പെൽവിസിൻ്റെ ഷേപ്പ്, അവരുടെ ബേബിയുടെ സൈസ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പം വളരെ പൊക്കം കുറഞ്ഞ സ്ത്രീകൾക്ക് വരെ നമ്മൾ നോർമൽ ഡെലിവറി ആകുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് നോർമൽ ഡെലിവറി ആകാത്തതായിട്ടും കാണാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ സിഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് ബേബിയുടെ ഹെഡും അമ്മയുടെ പെൽവിസും തമ്മിലുള്ള സൈസിലുള്ള ഒരു ഡിസ്പാരിറ്റി കാരണമാണ് ചില സ്ത്രീകളിൽ നോർമൽ ഡെലിവറി നടക്കാതിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ബേബിയുടെ പൊസിഷൻ, പ്ലാസൻ്റയുടെ പൊസിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോർമൽ ഡെലിവറിയുടെ സക്സസ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഡോക്ടർ, ഇപ്പം എഗ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് എഗ് ക്വാളിറ്റി കൂട്ടാനായിട്ട് പറ്റുമോ? എഗ് ക്വാളിറ്റി ബേസിക്കലി അവരുടെ AMH, അവരുടെ ഓവറിയിലുള്ള എഗ്ഗിൻ്റെ റിസർവ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഏജ് ഒരു വലിയ ഫാക്ടറാണ് എഗ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഇപ്പം സ്ത്രീകളുടെ പ്രായം 35 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ എഗ് ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എഗ് ക്വാളിറ്റീനെ കുറയ്ക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലാണ് ഒബീസിറ്റി ഒരു ഫാക്ടറാണ്. അമിതവണ്ണമുള്ള സ്ത്രീകളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇത്തിരി മോശമായിരിക്കും. PCOD ഒരു ഫാക്ടറാണ്. എൻഡോമെട്രിയോസിസ് ഒരു ഫാക്ടറാണ്. AMH ഒരു ഫാക്ടറാണ്. അപ്പം എഗ് ക്വാളിറ്റി നമുക്കൊരു പരിധി വരെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് മെയിൻലി നമ്മൾ ഓക്സിഡേറ്റീവ് ആൻറ്റി ഓക്സിഡൻസ് പോലെയുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് അല്ല, എന്നാലും ഒരു പരിധി വരെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ടാബ്ലറ്റ്സിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വെയിറ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PCOD ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഡെലിവറിയിലേക്ക് വന്നു കഴിയുമ്പോൾ എപ്പിഡ്യൂറലിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. കുറേ വർഷങ്ങളായി എപ്പിഡ്യൂറൽ എടുക്കുന്നു. അപ്പം എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് ഇസ് എ പെയിൻലെസ് ലേബർ എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ ശരിക്കും അത് ഫുള്ളി പെയിൻലെസ് ലേബർ ആണോ? 100% അത് പെയിൻലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ലേബർ നടക്കണമെന്നുണ്ടെങ്കിൽ മദറിൻ്റെ എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മദർ പുഷ് ചെയ്താൽ മാത്രമേ ബേബിനെ ഡെലിവറി വജനയിലൂടെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതൊരു 90%ഓളം എക്സ്പീരിയൻസ്ഡ് ഹാൻസിലാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറൽ ഇഫക്റ്റീവാണ്. പിന്നെ ചെറിയ പെയിനൊന്നും നമ്മൾ എപ്പിഡ്യൂറൽ കൊടുക്കാറില്ല. കാരണം ഈ മദറിൻ്റെ ലേബർ പ്രോഗ്രസ് ചെയ്യുമെന്നുള്ളത് നമുക്കത് കുറച്ചൊരു പെയിനും കൺട്രാക്ഷൻസൊക്കെ ആയാൽ മാത്രമേ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഐഡിയലി ഒരു ആക്റ്റീവ് ഫേസ് 4 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഡയലറ്റേഷൻ തൊട്ടാണ് നമ്മൾ എപ്പിഡ്യൂറൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 90% തന്നെ നല്ല പെയിൻ റിലീഫ് കാണാറുണ്ട്. എന്ന് വെച്ചാൽ 100% പെയിൻ റിലീഫ് അല്ല. പ്രത്യേകിച്ചും ഡെലിവറി 10 സെൻറ്റിമീറ്റേഴ്സ് ഡയലറ്റേഷനായി ബേബിയുടെ ഹെഡ് ഇറങ്ങുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ എപ്പിഡ്യൂറലിൻ്റെ ഡോസ് നമ്മൾ കുറച്ച് കുറയ്ക്കാറുണ്ട്. എങ്കിൽ മാത്രമേ മദറിന് ആ ഒരു പുഷ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് തോന്നുകയുള്ളൂ. കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയി കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മളെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും ഡെലിവറിക്ക്. വാക്യൂം, ഫോസപ്സ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടത് വരും. അതിലാദ്യത്തെ കാര്യം, എപ്പിഡ്യൂറൽ കൊടുക്കുവാണെങ്കിൽ അമ്മമാർക്ക് പുഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ശരിയാണോ? പക്ഷെ പുഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ആ പെയിൻ അറിയുന്നില്ല. പെയിൻ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് പുഷ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പം പെയിൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ബേബിയുടെ ഹെഡ് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും, വജനയുടെ ഭാഗത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോസപ്സ് അല്ലെങ്കിൽ വാക്യൂം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വാക്യൂം നമ്മളിപ്പം ആമിർ ഖാൻ്റെ സിനിമയിൽ കണ്ടതുകൊണ്ട് എല്ലാവരും വാക്യൂം എന്താണെന്ന് പഠിച്ചപ്പം ഫോസപ്സ് വെച്ചിട്ട് ബേബി എടുക്കുന്നത്. ഇപ്പം എൻ്റെ ഡെലിവറിയുടെ ടൈമിൽ ഞാനൊരു തലേദിവസം വരെ അപ്പുറത്തെ മുറിയിൽ പ്രസവിച്ച സ്ത്രീയുടെ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു പാട് ബ്ലേഡിൻ്റെ. അപ്പോൾ ഫോസപ്സ് ബ്ലേഡിൻ്റെ പാട്. ഇതുപോലെ തന്നെ എനിക്കറിയാവുന്നൊരു വീട്ടിൽ കുട്ടി ഉണ്ടായപ്പോൾ ആ തലയ്ക്ക് വേറൊരു ഷേപ്പാണ്. അപ്പോൾ ഫോസപ്സ് വെച്ച് വലിച്ചെടുത്തപ്പോൾ വലിഞ്ഞൊരു തല. എന്നിട്ട് പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ശരിയാക്കിയെടുത്തു. പിന്നെ ആ കൊച്ചിൻ്റെ തലയുടെ ഷേപ്പ് നോർമലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോസപ്സ് വെച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ റിസ്കുകളുണ്ട്. ഫോസപ്സിനും വാക്യൂമിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്സ് 10 സെൻറ്റിമീറ്റേഴ്സ് ഡയലേറ്റഡ് ആയി ബേബിയുടെ ഹെഡ് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ബേബിയെ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബേബി കോംപ്രമൈസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ബേബിയുടെ
സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വാക്യൂം ഒക്കെ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ ബേബിയുടെ ഹെഡ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത്. അപ്പോൾ അത് ആ വാക്യൂമിൻ്റെ പ്രഷറിലാണ് ബേബിയുടെ ഹെഡ് നീണ്ടു വരുന്നത്. അപ്പം തലച്ചോറിൽ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ആ ബ്ലഡ് വെസൽസ് ഒക്കെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഹെമറ്റോം അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫോസപ്സിന് ഒരു ചെറിയ ശതമാനം സ്കൾ ബോൺസ് ഒക്കെ ചെറിയൊരു ഫ്രാക്ചറിൻ്റെ ചാൻസ് പറയുന്നുണ്ട്. ബസ് യൂഷ്വലി അങ്ങനെയൊന്നും നടക്കാറില്ല. പക്ഷേ കോംപ്ലിക്കേഷൻസ് പറയുന്ന സമയത്ത് ഒരു ചെറിയ ശതമാനം പറയാറുണ്ട്. പക്ഷേ നോർമലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയിൽ വരാറില്ല. അപ്പോൾ ഈ ബേബി ഇങ്ങനെ നീണ്ടു വന്നിരിക്കുന്നത് മെയിൻലി ആ ഒരു തലയിൽ ഇങ്ങനെ നീര് എഡിമ എന്ന് പറയും, നീര് കാരണമോ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അതൊരു 1 വീക്കിനുള്ളിൽ നോർമലി സെറ്റിലാകും. ചില ബേബീസിന് ഈ ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ ജോണ്ടിസ് മഞ്ഞ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. പക്ഷേ ഓവറോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി either ഫോസപ്സ് ആയാലും വാക്യൂം ആയാലും കമ്പാരിറ്റീവ്ലി സേഫ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ തല എണ്ണയൊക്കെ വെച്ച് തിരുമിയോണ്ടല്ല കുഞ്ഞായത്, നീര് പോയതാണ്. നീര് മാറി വരുന്നതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ തലയുടെ ഷേപ്പ് നോർമലായിട്ട് വരുന്നത്. ഇത്രയും വർഷം ഞാൻ അതിന് ആ കഥ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന തലയൊക്കെ നല്ല എണ്ണയിട്ട് തിരുമി, അങ്ങനെ വീട്ടിൽ പറഞ്ഞ് എണ്ണയിട്ട് തിരുമി ഒരു വിധത്തിലാണ് പിന്നെ തലയെ പഴയ ഷേപ്പിലോട്ടാക്കിയെന്ന്. അപ്പം അതായിരുന്നില്ല. ഇനിയിപ്പോൾ സറഗസി ഒരുപാട് ഇപ്പം അതിനിപ്പം സറഗസി റോബോട്ട്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സറഗേറ്റ് മദേഴ്സിൻ്റെ കേസസ് ഒരുപാട് നടക്കാറുണ്ടല്ലോ. അപ്പം ഒരു അമ്മയുടെ ഇമോഷൻസ് എല്ലാം കുഞ്ഞിന് കിട്ടും എന്നാണല്ലോ പറയാം. അപ്പോൾ ഈ സറഗേറ്റ് മദറിനെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ദോ നമ്മൾ എംബ്രിയോ അവിടെ പ്ലേസ് ചെയ്തെല്ലാം കഴിയുകയാണെങ്കിലും സോ ആ ഒരു സറഗേറ്റ് മദറിൻ്റെ ക്വാളിറ്റീസ്, അവരുടെ ജീനിലുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം ഈ ബേബിയിലേക്ക് വരും, അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ബേബിയെ എഫക്റ്റ് ചെയ്യും? ഒരു ജീൻസ് അങ്ങനെ വരാനുള്ള സാധ്യതകളില്ല. കാരണം കമ്മീഷനിങ് കപ്പിൾ, അതായത് ഈ സറോഗസി അഡോപ്റ്റ് ചെയ്യുന്ന കപ്പിളിൻ്റെ ജീനായിരിക്കും ബേബിക്ക് വരുന്നത്. പക്ഷേ എപ്പോഴും ഒരു ബേബി വളരുന്ന ഒരു വൂമ്പ് ഉണ്ടല്ലോ, അതായത് യൂട്രസിൽ ബേബി മദറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഈ അംബ്ലിക്കൽ കോഡ്, പ്ലാസൻറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പം അത്ര സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല, എന്നാലും ഒരു ക്യാരി ചെയ്യുന്ന മദറിൻ്റെ ഇമോഷൻസും അവരുടെ ഇതെല്ലാം കുറച്ച് ബേബീനെ ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം മദർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ബേബി ഹാപ്പി ആവും, അല്ലെ സിനിമ കണ്ടു കഴിയുമ്പോൾ ബേബി പേടിച്ചു പോവും, അങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു പരിധി വരെ മദർ ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ബേബീസും യൂഷ്വലി ഹാപ്പിയാണ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. അതിലൊരു ചെറിയ കാര്യമുണ്ട്, എന്നാലും ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. അതുകൊണ്ട് നമുക്ക് അത് 100% അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല മദറിൻ്റെ ഇമോഷൻസ് ബേബിയിലോട്ട് വരുമോ എന്നുള്ളത്. അതുപോലെ ഇപ്പം വേ ദ ബേബീസ് ആർ ബ്രോട്ട് അപ്പ്, എങ്ങനെയാണോ ബേബീസിനെ നമ്മൾ ബ്രിങ് അപ്പ് ചെയ്യുന്നത് അതുപോലെയാണ് അവരുടെ ക്യാരക്ടർ യൂഷ്വലി വരത്തുള്ളൂ. അതായത് ചുറ്റുപാട് എങ്ങനെ നമ്മൾ അവർക്ക് പിന്നീട് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം.